കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4th സെമസ്റ്റർ ബികോം വിദ്യാർത്ഥികൾക്ക് 2024 കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന പേപ്പറിൽ ചോദിച്ചിട്ടുള്ള 20ാമത്തെ ക്വസ്റ്റ്യനും അതേപോലെ 21ാമത്തെ ക്വസ്റ്റ്യനുമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 20ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഇതാണ്. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ പ്രിപ്പയർ എ കോസ്റ്റ് ഷീറ്റ്. കോസ്റ്റ് ഷീറ്റാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഫോർ മാനുഫാക്ചറിങ് എ മിക്സർ ഗ്രൈൻഡർ. Direct material consumed 1000, direct wages paid 2000, factory expenses 60% on wages, അതായത് വേജസിൻ്റെ 2000-ൻ്റെ 60% എന്നുള്ളതാണ്. ഇനി ഓഫീസ് എക്സ്പെൻസസ് 20% ഓൺ ഫാക്ടറി കോസ്റ്റ്. ദി ടെൻഡർ പ്രൈസ് ഓഫ് മിക്സർ ഗ്രൈൻഡർ ഷുഡ് ഇൻക്ലൂഡ് എ പ്രോഫിറ്റ് ഓഫ് 20% ഓൺ സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനെ എങ്ങനെ വർക്കൗട്ട് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അതിനായിട്ട് ജസ്റ്റ് നമ്മളൊരു കോസ്റ്റ് ഷീറ്റ് വരയ്ക്കുന്നു. സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ടെൻഡർ പ്രൈസ് ഓഫ് മിക്സ്ചർ ഗ്രൈൻഡർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. അതിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നില്ല ഡയറക്റ്റ് മെറ്റീരിയൽ അതേപോലെ ഡയറക്റ്റ് വേജസ് കൊടുക്കുന്നു. ഇനി ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അതുകൂടെ കൊടുക്കുക. ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അതുകൂടെ വരും. അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ് എന്ത്, പ്രൈം കോസ്റ്റ് എന്ന് പറയും. അപ്പോൾ പ്രൈം കോസ്റ്റിൻ്റെ എമൗണ്ട് എത്ര കിട്ടും, 3000 എന്ന് കിട്ടും. 1000ഉം അതേപോലെ 2000ഉം ആഡ് ചെയ്യുന്നു. ഇനി ഈ 3000ൻ്റെ കൂടെ നമ്മൾ ഫാക്ടറി എക്സ്പെൻസുകളെ ആഡ് ചെയ്യണം. ഫാക്ടറി എക്സ്പെൻസ് എന്ന് പറയും നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് 60% ഓൺ വേജസ് ആണ്. അതായത് വേജസ് എത്രയാണ് ഇവിടെ, 2000 ആണ്. ഈ 2000ൻ്റെ എത്ര പെർസെൻറ്റേജ് നമ്മൾ കാണണം, 2000ൻ്റെ 60% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. 2000ൻ്റെ 60% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ആൻസർ കിട്ടും, നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 1200 എന്ന് ആൻസർ കിട്ടും. 1200 ഇവിടെ കാണിക്കുന്നു. ഫാക്ടറി എക്സ്പെൻസുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫാക്ടറി കോസ്റ്റ് കിട്ടും. ഫാക്ടറി കോസ്റ്റ് എത്രയാണ് ഇവിടെ, 4200 കിട്ടും. ഇത് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഓഫീസ് എക്സ്പെൻസ് പറഞ്ഞിട്ടുണ്ട് 20% ഓൺ ഫാക്ടറി കോസ്റ്റ് ആണ്. ഫാക്ടറി കോസ്റ്റ് അതായത് ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുന്നത് 4200 ആണ്. ഇതിൻ്റെ 20% ആണ് കണ്ടത്. അപ്പോൾ 4200ൻ്റെ എത്ര പെർസെൻറ്റേജ് കാണണം, 20% കാണണം. 20% കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 840 എന്ന് കിട്ടും. ഓക്കെ, 840 എന്ന് ഇവിടെ ഓഫീസ് എക്സ്പെൻസ് കിട്ടും. അപ്പോൾ ഓഫീസ് എക്സ്പെൻസ് 840 ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റിൻ്റെ വാല്യൂ കിട്ടും 5040 എന്ന് കിട്ടും ടോട്ടൽ കോസ്റ്റ്. ഓക്കെ, ഇനി നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ പ്രോഫിറ്റ് പറയുന്നുണ്ട് 20% ഓൺ സെല്ലിംഗ് പ്രൈസ് ആണ്. സെല്ലിംഗ് പ്രൈസ് നമുക്കറിയില്ല, കോസ്റ്റ് മാത്രമേ അറിയുള്ളൂ. 20% ഓൺ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, 25% ഓൺ കോസ്റ്റ് എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് സെല്ലിംഗ് പ്രൈസ് വരുന്നത് 100 ആണെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ 20% നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ 20% നമുക്ക് എത്ര കിട്ടും, 20 എന്ന് കിട്ടും. ഓക്കെ, അതായത് ഇവിടെ 100-ൽ നിന്ന് 20 കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താണ്, 80 ആണ്. ഈ 80 ആയിരിക്കും കോസ്റ്റ്. 80ൻ്റെ കൂടെ 20 കൂട്ടിയിട്ടാണ് 100 കിട്ടുന്നത്. 20 എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണ്. ഓക്കെ, 20 എന്താണ്, പ്രോഫിറ്റ് ആണ്. നമ്മൾ പറഞ്ഞ 20%. അപ്പോൾ ഈ 80ൻ്റെ എത്ര ശതമാനമാണ് 20? 80ൻ്റെ എത്ര ശതമാനമാണ്, 25% ആണ് 20 എന്ന് പറയുന്നത്. ഓക്കെ, 80ൻ്റെ 25% ആണ് 20 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കോസ്റ്റിന് മുകളിൽ നമ്മൾ പറയുമ്പോൾ എന്തായിരിക്കും, 25% ആയിരിക്കും. 20% സെല്ലിംഗ് പ്രൈസിൻ്റെ മുകളിൽ എന്ന് പറയുമ്പോൾ കോസ്റ്റിൻ്റെ മുകളിൽ പറയുമ്പോൾ അതെന്തായിരിക്കും, 25% ആയിരിക്കും. അപ്പോൾ ഇവിടെ 25% ഓൺ കോസ്റ്റ് ആണ്. 5040ൻ്റെ 25% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടെത്തി കഴിഞ്ഞാൽ 1260 എന്ന് കിട്ടും. അപ്പോൾ ആ 1260 കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു 5040ൻ്റെ കൂടെ. അപ്പോൾ നമുക്ക് ടെൻഡർ പ്രൈസ് എത്ര കിട്ടും, ടെൻഡർ പ്രൈസ് എന്ന് പറയുന്നത് 6300 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ 20ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതേ രൂപത്തിലാണ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് 21ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫ്രം ദി ഫോളോയിങ് ഡാറ്റ കാൽക്കുലേറ്റ് റീ ഓർഡർ ലെവൽ. ഒന്നാമത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാണ് റീ ഓർഡർ ലെവൽ, രണ്ടാമത്തത് മാക്സിമം ലെവൽ, മൂന്നാമത്തത് മിനിമം ലെവൽ. ഇത്രയും ഐറ്റംസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. റീ ഓർഡർ ക്വാണ്ടിറ്റി 1500 യൂണിറ്റ്സ്. റീ ഓർഡർ പീരീഡ് 4 to 6 വീക്സ്. അത് 4 എന്ന് പറയുന്നത് മിനിമം റീ ഓർഡർ പീരീഡ് ആയിരിക്കും. 6 എന്ന് പറയുന്നത് മാക്സിമം റീ ഓർഡർ പീരീഡ് ആയിരിക്കും. ഇനി മാക്സിമം കൺസംഷൻ 400 യൂണിറ്റ്സ് പെർ വീക്ക്, നോർമൽ കൺസംഷൻ 300 യൂണിറ്റ്സ് പെർ വീക്ക്, മിനിമം കൺസംഷൻ 250 പെർ വീക്കാണ്. ഓക്കെ,
അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒന്നാമത്തെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട എന്താണ്? റീഓർഡർ ലെവലാണ്. അപ്പോൾ റീഓർഡർ ലെവൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് നോക്കാം. റീഓർഡർ ലെവലിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ് ആണ്. മാക്സിമം കൺസംഷൻ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എത്രയാണ്? മാക്സിമം കൺസംഷൻ ക്വസ്റ്റ്യനിൽ തന്നത് 400 യൂണിറ്റ്സ് ആണ്. ഇനി മാക്സിമം റീഓർഡർ പീരീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. 4 to 6 എന്ന് പറയും, മാക്സിമം 6 ആണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ എങ്ങനെ വരും? 400 യൂണിറ്റ്സ് ഇൻറ്റു 6 എന്ന് വരും. അതായത് 2400 യൂണിറ്റ്സ് എന്ന് റീഓർഡർ ലെവലിൻ്റെ ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി രണ്ടാമത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? ബി. രണ്ടാമത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് മാക്സിമം ലെവലാണ്. മാക്സിമം ലെവൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി ഇൻറ്റു മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ് ആണ്. ഓക്കെ, റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി ഇൻറ്റു മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ് ആണ്. റീഓർഡർ ലെവൽ നമ്മളിപ്പോൾ തൊട്ടുമുമ്പ് കണ്ടെത്തിയതാണ് 2400. ഇനി റീഓർഡർ ക്വാണ്ടിറ്റി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. റീഓർഡർ ക്വാണ്ടിറ്റി എത്രയാണ് തന്നത്? റീഓർഡർ ക്വാണ്ടിറ്റി 1500 യൂണിറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ അതിനെ നമ്മൾ കാണിച്ചു 1500 യൂണിറ്റ്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് മിനിമം കൺസംഷൻ ആണ്. മിനിമം കൺസംഷൻ എന്ന് പറയുന്നത് നിങ്ങളെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. മിനിമം കൺസംഷൻ ഈസ് ഈക്വൽ ടു 250 ആണ്. ഓക്കെ, അപ്പോൾ ആ 250 നമ്മളിവിടെ കാണിച്ചു. മിനിമം കൺസംഷൻ 250 കാണിച്ചു. ദെൻ നെക്സ്റ്റ് മിനിമം റീഓർഡർ പീരീഡ് ആണ്. റീഓർഡർ പീരീഡിൽ 4 to 6 എന്ന് പറഞ്ഞില്ല, അതിൽ ഫസ്റ്റ് വരുന്ന 4 ആണ് മിനിമം റീഓർഡർ പീരീഡ്. അപ്പോൾ ആ 4നെയും നമ്മൾ കാണിച്ചു. അപ്പോൾ ഇവിടെ 250 ഇൻറ്റു 4 വരും. ഇപ്പോൾ നമ്മൾ 2400 1500 കൂട്ടിക്കഴിഞ്ഞാൽ 3900. 250 ഇൻറ്റു 4 കണ്ടു കഴിഞ്ഞാൽ 1000. ഓക്കെ, അപ്പോൾ 2900 യൂണിറ്റ്സ് എന്ന് നമുക്ക് മാക്സിമം ലെവലിൻ്റെ ആൻസർ കിട്ടും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ സി. ഓക്കെ, സി ചോദിച്ചിട്ടുള്ളത് എന്താണ്? മിനിമം ലെവൽ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. മിനിമം ലെവൽ എന്ന് പറഞ്ഞാൽ റീഓർഡർ ലെവൽ ഇൻറ്റു നോർമൽ കൺസംഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരീഡ് ആണ്. റീഓർഡർ ലെവൽ നമ്മൾ ആദ്യം കണ്ടെത്തിയതാണ് 2400 എന്ന് പറയുന്നത്, ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ കണ്ടെത്തിയതാണ്. ഇനി നോർമൽ കൺസംഷൻ 300 ആണ്. ഇത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നതാണ്. നോർമൽ കൺസംഷൻ എന്നും പറഞ്ഞിട്ട് നോർമൽ കൺസംഷൻ എത്ര തന്നിട്ടുണ്ട്? 300 യൂണിറ്റ്സ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കണ്ടെത്തേണ്ട ഒരു സാധനമാണ് നോർമൽ റീഓർഡർ പീരീഡ്. നോർമൽ റീഓർഡർ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റീഓർഡർ പീരീഡ് 4, 6 ഇതാണ് തന്നത്. ഒന്ന് മിനിമം മറ്റൊന്ന് മാക്സിമം ആണ്. ഇപ്പം നോർമൽ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിട്ടുള്ള 4, ഓക്കെ, ഈ 4ഉം അതേപോലെ 6ഉം ആഡ് ചെയ്യുക. അതിൻ്റെ ആവറേജ് ആണ് സൂചിപ്പിക്കുന്നത്. /2 കണ്ടെത്തുന്നു. അതായത് 10/2 എന്ന് കിട്ടും. 10/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്ര കിട്ടും? ഇവിടെ 5 എന്ന് കിട്ടും. അപ്പോൾ 5 ആണെന്ത്? നോർമൽ റീഓർഡർ പീരീഡ് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ നമ്മളെ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നോർമൽ റീഓർഡർ പീരീഡ് അപ്ലൈ ചെയ്യുന്നു 5. ഇപ്പോൾ 2400 നിന്നും 300 × 5 1500 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എന്ന് കിട്ടും? 900 യൂണിറ്റ്സ് എന്ന് കിട്ടും. അപ്പോൾ ഇത്തരത്തിലാണ് ഇതിനെ വർക്കൗട്ട് ചെയ്യേണ്ടത്. ജസ്റ്റ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. വീണ്ടും പുതിയൊരു ക്ലാസ്സുമായി നമുക്ക് കാണാം. താങ്ക് യു.